സാർ ഈ കൊച്ചിനെയും വെച്ചോണ്ട് ഇവിടെ നിൽക്ക്. ഞങ്ങൾ മുതലാളിയെ കണ്ട് കാര്യം പറഞ്ഞിട്ട് വരാം. ഞാനും വരാം. എനിക്ക് മുതലാളി ഒന്ന് കാണാമല്ലോ, പരിചയപ്പെടാമല്ലോ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൂടെ ആരെ കണ്ടാലും അയാൾ 100 ചോദ്യങ്ങൾ ചോദിക്കും. എനിക്കാണെങ്കിൽ ഹിന്ദിയും അറിയത്തില്ല. സാറിന് ഹിന്ദി അറിയോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത് ഇവിടെ നിൽക്കാൻ. അവിടെ താമസമൊന്നുമില്ല. ഞങ്ങൾ ചെന്ന് മുതലാളിയെ കാണുന്നു, കാര്യങ്ങൾ പറയുന്നു, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, മറുപടിക്ക് കാക്കുന്നു, കേൾക്കുന്നു, വരുന്നു. ആകെ എല്ലാം കൂടെ ഒരു 10 മിനിറ്റ്. മുതലാളി ആള് ഫാസ്റ്റാ. ഓക്കെ. കുഞ്ഞിന് സാറിൻ്റെ കൊടുത്തിട്ട് വരും. മുതലാളിക്ക് കുട്ടികളെ അലർജിയാ. അല്ല, കുട്ടികളുടെ കരച്ചിൽ അലർജിയാ. അതുകൊണ്ടാ. മീനാക്ഷി, നീ കുട്ടി എങ്ങ് തരൂ, എന്നിട്ട് നീ പോയിട്ട് വാ. വേണ്ട, ഇവൾ എൻ്റെ ഇരിക്കും. ഈ പറയുന്ന മുതലാളി കുട്ടിക്കാലത്ത് കരഞ്ഞിട്ടില്ലേ? അയാളുടെ മക്കൾ കരഞ്ഞിട്ടില്ലേ? കുട്ടികളെ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യരല്ല. എന്നാ വെച്ചോളൂ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായി ചേട്ടാ? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മീനാക്ഷിയുടെ ജോലി ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഒരു ലേഡീസ് ഹോസ്റ്റലിലെ വാർഡനായിട്ട് ഇന്ന് തന്നെ ജോലി പ്രവേശിക്കണം. അതിനുള്ള നടപടിക്രമങ്ങൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ തുടങ്ങി കാണും. ഇനി സാറിനും കൂടെ ഇവിടെ നിങ്ങൾ ജോലി ശരിയാക്കി തന്നാൽ എനിക്ക് ആശ്വാസമായി. വൈകിക്കണ്ട, വണ്ടിയിലോട്ട് കയറി. അപ്പൊ മീനാക്ഷി മോളും അവർ മുതലാളിയുടെ കാറിൽ ലേഡീസ് ഹോസ്റ്റലിലോട്ട് പോകും. നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങി മീനാക്ഷി മോളെയും കാണുന്നു. പറഞ്ഞാ തീരാത്ത കടപ്പാടുണ്ട് ചേട്ടനോട്. കിടക്കപ്പുറത്തില്ലാത്ത നേരത്ത് എന്തോന്ന് കടപ്പാട്. കേറണം സാറേ. സ്ത്രീയുടെ മനസ്സും പുരുഷന്റെ ഭാഗ്യവും കുതിരയുടെ ഗതിയും മണ്ണിലെ വിളവും ഇതാർക്കും മുൻകൂട്ടി പ്രവചിക്കാനാവില്ലെന്നാ പ്രമാണം. അതിന് ദൈവത്തോട് മാത്രം കടപ്പെട്ട മതി സാറേ. സാറേ, കയ്യിൽ കാശുവല്ലോ ഇരിപ്പുണ്ടാ? ഡീസൽ അടിക്കണം. സാറെന്തായാലും ജോലിക്ക് പോവല്ലേ? അവിടെ നിന്ന് ഡെയിലി 500 രൂപ ബത്ത കിട്ടും. പിന്നെ താമസവും ഭക്ഷണമൊക്കെ അവിടെ തന്നെ ഉണ്ട്. ശമ്പളം എന്തായാലും മിച്ചമാ. എൻ്റെ കയ്യിലാണെങ്കിൽ കാശും ഇല്ല. പിന്നെ ഇനി ഞാനൊരു കാര്യം പറയാം, അത് മനസ്സിൽ കുറിച്ചിടണം. ജോലി സ്ഥലത്തുള്ള ആൾക്കാരെ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കണം. എന്നാൽ അവരെ വിശ്വസിക്കുന്നതായിട്ട് അഭിനയിക്കുകയും വേണം. കാശുണ്ടോ? കുറവാ, ഒരു 500 ഉണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. വേണ്ട, ഇരുന്നോട്ടെ. കുറച്ച് നേരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുക. ഇതാ പിടിക്ക്. വലിയ സന്തോഷം. എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ കൂടെ കാണും. എത്ര സമയമില്ലെങ്കിലും വന്ന് അന്വേഷിക്കുകയും ചെയ്യും. പിന്നെ വേണ്ടത് വേണ്ടപ്പോ അറിയിച്ചോണം കേട്ടോ. ശരി ചേട്ടാ. എന്താ പറ്റി ചേട്ടാ? എന്താണെന്നറിയാൻ വയ്യ. 2-3 ദിവസമായിട്ട് ഇടഞ്ഞു നിൽക്കുക ഇവള്. ചേട്ടാ, ഞാനിറങ്ങി തള്ളണോ? ഒന്ന് ചെറുതായിട്ടൊന്ന് കൈവച്ച് തരുമോ? സോറി. അതിനെന്താ? ഒന്ന് തള്ളി. ചേട്ടാ, ചേട്ടാ എടുത്തോ ചേട്ടാ. അയ്യോ, ഇങ്ങനെ തള്ളിയാ പോരാ, ഒന്ന് ആഞ്ഞ് തള്ളണം. എന്റെ പൊന്നു ചേട്ടാ, ഇതുവരെയായിട്ട് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. അത് തള്ളു കണ്ടപ്പോ എനിക്ക് തോന്നി. ശരി ശരി, പിടിച്ചോ പിടിച്ചോ. ശരിയായി. മതി മതി, 500 രൂപയ്ക്ക് ഇത്രയും കറങ്ങിയാ മതി. കുറെ നേരമായി.